നമസ്കാരം. ചേലക്കരയിലെ ഇന്നലത്തെ കൊട്ടിക്കലാശത്തിനിടെ കോൺഗ്രസിലെ യൂത്തന്മാരിൽ ഒരു വിഭാഗം മനഃപൂർവ്വം പ്രതിപക്ഷ നേതാവിനെ ഒന്ന് ഊക്കി, ഒരു മോശമായിട്ട് എടുക്കണ്ട, നമ്മൾ ഈ പരിഹസിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്, വിട്ടതാണോ എന്നൊരു സംശയം തോന്നുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കാര്യം, എത്രയോ പാട്ട് ഈ നാട്ടിലുണ്ട്. പക്ഷേ ഈ നിർണായക സമയത്ത് വേറെ ഒരു പാട്ടും പ്രമുഖ യൂത്തിന് കിട്ടിയില്ല. അദ്ദേഹം പാടിയ പാട്ട് എന്ന് കേൾക്ക്. കാര്യം, തന്നെ കൂടെ വെട്ടിക്കൊണ്ടാണ് സതീശൻ യൂത്ത് വ്യാജനെ പ്രസിഡന്റ് ആക്കിയത്. യൂത്ത് വ്യാജൻ ഇപ്പോ സ്ഥാനാർത്ഥിത്വം കൊടുത്തിരിക്കുന്നത്. അതിന്റെ അമർഷമാണോ എന്ന് ഇത് സംശയമുണ്ടാക്കുന്നുണ്ട്. കേട്ടോ, താരകപ്പെണ്ണാളെ, ഈ നാട്ടിൽ ഒരേ ഒരു താരകനേ ഉള്ളൂ. ആ താരകൻ കോൺഗ്രസിലാണെന്ന് എല്ലാവർക്കും അറിയാം. ആ താരകൻ ആരാണെന്നും തലയിൽ മുടിയില്ലാത്ത താരകനെ കുറിച്ച് ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആ താരകന്റെ ചില മഞ്ഞ കഥകളും ചില കരക്കമ്പികളും ഈ പരവൂർ കേന്ദ്രീകരിച്ച ഒരു സ്ത്രീ ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്ന വീഡിയോ ഇപ്പോഴും നമ്മൾ കണ്ടതാണ്. ആ താരകനെ ഒന്ന് താങ്ങാൻ വേണ്ടി അല്ലേ ഈ പാട്ട് പാടിയത്? ആർക്കെങ്കിലും അത് കേട്ടിട്ട് അല്ലാന്ന് തോന്നുന്നുണ്ടോ? അല്ലാതെ അബിൻ വർക്കി എന്തിനായിരിക്കണം ഈ പാട്ട് പാടാൻ തയ്യാറായത്? എത്രയോ നാടൻ പാട്ടുകൾ ഈ നാട്ടിൽ കിടക്കുന്നു. താരക പെണ്ണാളെ എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് വെച്ചിട്ട് പാട്ടുവായി കൊട്ടുവായി എന്നുള്ളൊരു അവസ്ഥയാണ്. ആർക്ക്? സതീശനിട്ടുള്ള ഒരു കൊട്ടുവായി. എന്തായാലും ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പുളകം കൊണ്ട് ഓടുന്നുണ്ട്. അത് കാണുന്നതോറും സതീശന് നെഞ്ചത്ത് കുത്തേക്കുകയാണ്. കാര്യം, സ്വന്തം പാർട്ടിയിലുള്ള ഒരു വിഭാഗം യൂത്തന്മാർ എങ്ങനെയാണ് സതീശനിട്ട് പണി കൊടുക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. കാര്യം, പലർക്ക് എതിരുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. പ്രകടിപ്പിക്കാൻ അവസരം കിട്ടിയാൽ ഏതൊക്കെ രീതിയിലാണ് പാട്ടിലൂടെ വേണമെങ്കിലും താങ്ങി വിടുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും താരകപ്പെണ്ണാളെ ഈ ചേലക്കരയിൽ അവസാനം ഓർമ്മിപ്പിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ, പാർട്ടിയിൽ അപ്രമാദിത്വം സതീശൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് താരകപ്പെണ്ണാളെ നിന്റെ പരിപാടി ഇവിടെ നടക്കില്ല എന്ന അർത്ഥത്തിൽ ഈ രീതിയിൽ ഒരു പാട്ട് കൊണ്ടുവന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസ്സുകാർ തന്നെ ഇത് ചിത്രീകരിച്ച് ഈ ഒരു പാട്ട് അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയ കാര്യത്തെ അവർ തന്നെ കട്ട് ചെയ്ത് നിങ്ങൾ ഇത് കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അയച്ചു തന്നപ്പോ സ്വാഭാവികമായിട്ട് അതിനെ വാർത്തയാക്കണമെന്ന് തോന്നി. കാര്യം, ഇങ്ങനെ ഒരു താങ്ങുമ്പോൾ നാട്ടുകാരെ അത് കാണിക്കണ്ടേ? ഇത്രയും നാടൻ പാട്ടുകൾ ഈ നാട്ടിൽ കിടക്കുന്ന സന്ദർഭത്തിൽ താരക പെണ്ണാളിനെ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ ചിലരെ താങ്ങിയതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ആ താരക പെണ്ണാൾ പറഞ്ഞ വാചകം അന്തരീക്ഷത്തിലുണ്ട്. താരക പെണ്ണാളിന്റെ വാക്കിലൂടെ തന്നെ സതീശൻ എത്ര മാത്രം കൂറയാണെന്ന് ഈ നാട് മനസ്സിലാക്കിയതാണ്. ആ സതീശനെ ഈ പുതിയ കാലഘട്ടത്തിലെ യൂത്തനിലെ ഒരു വിഭാഗക്കാർക്ക് താല്പര്യമില്ല, അവർ കിട്ടുന്ന അവസരത്തിൽ കൊട്ടാറുണ്ട് എന്ന് കൃത്യമായി തെളിയിക്കുന്നതാണ് ഈ ദൃശ്യവും ഈ പാട്ടും.